മഞ്ഞുതുള്ളികൾ പോലെ മനം കവരുന്ന അനേകം വരികളാൽ നിറയുന്ന ഒരു കാവ്യസമാഹാരമാണ് തുഷാരം. പുലരി വെട്ടം വീഴുമ്പോൾ ഇലകളിലും പൂക്കളിലും മഞ്ഞുകണങ്ങൾ തിളങ്ങുന്നത് പോലെ ഇന്ന് തുഷാരം പ്രകാശിതമാവുമ്പോൾ 130 പേരുടെ സ്വപ്ന തിളക്കം ഓരോ കവിതകളുടെയും കണ്ണുകളിൽ കാണാം. ശബ്ദമില്ലാതെ വന്നെത്തി മിഴികളിൽ കുളിർ പകരുന്നു ഈ മഞ്ഞുതുള്ളികൾ. സൗമ്യ ഭാവനകളുടെ നിർമ്മലാവിഷ്കാരമാണ് തുഷാരം. ഈ പുസ്തകത്തിൽ എഴുതിയിട്ടുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ നേരുന്നു. ഒരിടം നമുക്കായി കലാസാഹിത്യ കൂട്ടായ്മയുടെ തുഷാരം എന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സാവേരി ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ പ്രസിദ്ധീകരിക്കുന്ന തുഷാരം എന്ന ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിനായി നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട സിനിമാ താരവും നർത്തകിയും അതിലുപരി എഴുത്തുകാരിയുമായ സൂര്യയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൂര്യ, കണ്ണുകളടച്ച് ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കിയേ. അതിലെ ഒരു പേജിൽ തെളിയുന്ന ആ മനോഹരമായ കൃതി, അത് എഴുതിയത് സ്വപ്നങ്ങളാൽ ലോകം തീർക്കുന്ന ഒരു ഹൃദയം. ആ ഹൃദയത്തിനായി ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്, അതൊന്ന് തുറന്നു നോക്കിയേ. ആ പേരൊന്ന് പറഞ്ഞേ, എന്നിട്ട് ആ കവിത ഒന്ന് വായിച്ചേ. അറവുകാരന്റെ പ്രണയം. അറവുകാരന്റെ പ്രണയം ആരാ എഴുതിയത്? ബിപിൻ രാമദാസ്. ബിപിൻ രാമദാസ് എഴുതിയ അറവുകാരന്റെ പ്രണയം. ഹൃദയമായിരുന്നവൾ അറവുകാരനെ മറവിക്ക് കൊടുത്തിട്ട് പോറ്റിയെ വിവാഹം കഴിച്ച് അരകല്ലിൽ ചന്ദനമുട്ടിയെന്ന പോലെ ലയിച്ചു കിടക്കുന്നു. അതേ രാത്രിയിൽ അറവുകാരന്റെ പ്രണയം കൊത്തി നുറുക്കിയ അവസ്ഥയിൽ ഒരു പൊതിയിറച്ചിയായി വിറ്റ് തീരാതെ ഫ്രീസറിൽ കുളിരുകോരുന്നു. അതെ, വളരെ മനോഹരമായ വരികൾ. സാവേരി പബ്ലിക്കേഷൻസ് അവതരിപ്പിക്കുന്ന തുഷാരം എന്ന ഒരു പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് ഞാനിപ്പോൾ. 130ഓളം കലാകാരന്മാരും കലാകാരികളും ചേർന്നിട്ടാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഇതിന്റെ എല്ലാ രീതിയിലുള്ള ഒരു ചുക്കാൻ പിടിച്ചത് എൻ്റെ സുഹൃത്തായ ബുഷ്റോസ് കാവ്യാത്മജം, പുള്ളിക്കാരിയുടെ തൂലികാനാമമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ വിളിച്ചതിൽ ഒത്തിരി സന്തോഷം അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ എഴുതിയിട്ടുള്ള എല്ലാ എഴുത്തുകാർക്കും. താങ്ക് യു. അടുത്തതായി പുസ്തകം സ്വീകരിക്കുന്നതിനായി പ്രശസ്ത നടൻ നിസാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. 8 വർഷത്തിലധികമായി അഭിനയ രംഗത്ത് സജീവമായ നിസാർ സാർ സിനിമയിലെ നിരവധി ശ്രദ്ധേയമായ വേഷങ്ങൾ, മഹാവീർ ചക്ര എന്ന പട്ടാള ചിത്രത്തിലെ നായക വേഷവും ഉടൻ പുറത്തിറങ്ങുന്ന ഏതു നേരത്താണാവോ എന്ന ചിത്രത്തിലെ പ്രധാന വേഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ നിരവധി ഷോർട്ട് മൂവികളിലും ആൽബങ്ങളിലും നായകനായി വേഷമിട്ടിട്ടുണ്ട്. കണ്ണുകളടച്ച് ആ പുസ്തകം ഒന്ന് തുറന്നു നോക്കൂ. അതിലെ ഒരു പേജിൽ തെളിയുന്നത് ഒരു മനോഹരമായ കൃതി. പരിമള പവിത്രൻ. ഇന്നലെ വരെ അവളെ തഴുകാൻ കൊതിച്ചവർ ഇന്നവളെ തൊഴുതുമടങ്ങുന്നു. അവളുടെ ആത്മാവ് ഉടലില്ലാതലയുന്നു. ആത്മാവിൽ പരിഭ്രമം മാരറിയുന്നു. സ്നേഹിച്ച മക്കളെ സ്പർശിക്കാനാവാതെ, പേരെടുത്തൊന്ന് വിളിക്കുവാനാകാതെ, ഭാരമില്ലായ്മയിൽ എങ്ങോട്ടെന്നറിയാതെ അന്തരീക്ഷത്തിൽ നിഴലായ അലയുന്നു. ഒഴുകാത്ത കണ്ണുനീരും മുറിവേറ്റ മനസ്സുമായി കത്തിയെരിയുന്ന ഉടലിനെ നോക്കിയവൾ ദുഃഖഭാരത്താൽ അലറിക്കലയാൻ ശ്രമിച്ചപ്പോൾ ശബ്ദമില്ലെന്നുള്ള സത്യമറിഞ്ഞവൾ ഓർമ്മകൾ പേറി ഭാരമില്ലാത്ത യാത്ര തുടങ്ങി. ഏകാന്തതയും എരിയും മനസ്സും മാത്രം സ്വന്തം. കെട്ടിപ്പടുത്തവയെല്ലാം മിഥ്യയെന്നറിഞ്ഞവൾ പുതിയൊരു ഉടലിനായി പുനർജന്മത്തിനായി തപസ്സിരുന്നു. ഗംഭീരം. പ്രിയപ്പെട്ട ഒരിടം നമുക്കായി കലാസാഹിത്യവേദിയുടെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. തുഷാരം എന്ന ഈ പുസ്തകത്തിൻ്റെ കവർ പേജ് ഡിസംബറിലെ മഞ്ഞുതുള്ളികൾ പോലെ അതിമനോഹരമായിട്ടുണ്ട്. അതുപോലെ തന്നെ മനോഹരവും
അതിഗംഭീരവുമായിരിക്കും ഈ പുസ്തകത്തിലെ ഓരോ രചനകളും എന്ന് എനിക്കറിയാം. കാരണം എൻ്റെ പ്രിയ സുഹൃത്തു കൂടിയായ ബുഷ്റോസിൻ്റെ ഇതുവരെയുള്ള എല്ലാ പുസ്തക പ്രകാശനങ്ങളിലും ഞാൻ ഗസ്റ്റായി വന്നിട്ടുണ്ട്. ഇനിയും പുസ്തകപ്രേമികളെ ത്രസിപ്പിക്കുന്ന ഒരുപാട് നല്ല പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ ബുഷ്റോസിനും സവേരിയ ബുക്സിനും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നതോടൊപ്പം തുഷാരം എന്ന ഈ പുസ്തകം ഞാൻ ഏറ്റുവാങ്ങുന്നു. നന്ദി, നമസ്കാരം. എ മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ. താങ്ക് യു സർ. അടുത്തതായി സ്വാമി ധർമ്മചൈതന്യ അവർകളെ ഈ പുസ്തകത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാനും ആശംസകൾ അറിയിക്കാനും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അതുകൂടാതെ ഈ ഒരു വേദി ഞങ്ങൾക്കായി അനുവദിച്ചു തന്നതിന് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി അർപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു കവിതാ സമാഹാരം ഇന്ന് പുറത്തിറക്കുകയാണ്. ശ്രീമതി ബുഷ്റോസ് എഡിറ്റ് ചെയ്ത പുതിയ എഴുത്തുകാരുടെ രചനകളാണ് ഈ സമാഹാരത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആദ്യ കവി മുതൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന കവികൾ വരെയുള്ള വലിയൊരു കാവ്യ പാരമ്പര്യം നമുക്കുണ്ട്. മലയാളത്തെ സംബന്ധിച്ച് ഭാഷാ പിതാവ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ മുതൽ ഇന്ന് വരെ നിലനിൽക്കുന്ന കവികളുടെ വലിയൊരു സമൂഹം നമുക്ക് നമ്മുടെ സംസ്കാരത്തെ സമ്പന്നമാക്കുന്നതിനായി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യനെ പുതുക്കിപ്പണിയുക എന്നുള്ളതാണ് ഓരോ സാഹിത്യരചനയുടെയും ആത്യന്തികമായ ലക്ഷ്യം. ആത്മസംസ്കരണമാണ് സാഹിത്യ ആസ്വാദനത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇനിയും നമ്മുടെ ഭാഷയിൽ ധാരാളം രചനകൾ ഉണ്ടാകേണ്ടതുണ്ട്. അത്തരം രചനകൾക്കായി ഉള്ള ഒരു കൂട്ടായ്മയാണ് ശ്രീമതി ബുഷ്റോസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സംരംഭത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഒരിടം നമുക്കായി സാഹിത്യ കൂട്ടായ്മയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾക്കായിട്ടൊരു സർപ്രൈസ് ഉണ്ട്. എന്താണെന്ന് അറിയണ്ടേ? അതാണ് ഈ ബോക്സിൽ ഇരിക്കുന്നത്. ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന 130 പേരുടെയും പേരുകൾ ഞങ്ങൾ ഈ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഇതിൽ നിന്നും 5 പേരെ നമ്മുടെ അതിഥികൾ സെലക്ട് ചെയ്യും. അപ്പോൾ ആരായിരിക്കും നമ്മുടെ ആ ഭാഗ്യതാരങ്ങൾ? ജസ്റ്റ് നോക്കാം. ഷിജു ദിനേശ്. ഷിജു ദിനേശാണ് ആ ഭാഗ്യശാലി. കാർത്തിക എസ്. വിജിഷ എം. ഉഷ മെഴുവേലി. ശ്രീരാമൻ. ഇനി നമ്മുടെ ഗസ്റ്റിന് ഒരു ക്രിസ്മസ് ഗിഫ്റ്റ്. തുഷാരം പുസ്തക പ്രകാശനത്തിനായി സഹകരിച്ച എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി.